എല്ലാവർക്കും ക്യാൻവാസ് കോമ്പസ് എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ നിൽക്കുന്നത് പഴനിന്ന് 14 കിലോമീറ്റർ മാറി മഞ്ഞ നായക്കപ്പെട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇപ്പൊ എന്റെ ബാക്കിൽ കാണുന്നത് ഒരു കൃഷ്ണന്റെ അമ്പലാട്ടാ. അത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. പിന്നെ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച് ഹിറ്റാക്കിയ നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയുടെ ഒരു ലൊക്കേഷനില്ലേ, ആ ലൊക്കേഷനൊക്കെ ഈ മഞ്ഞ നായക്കപ്പെട്ടി എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്താണ്. അപ്പൊ നമുക്ക് ആ ലൊക്കേഷന്റെ നല്ല സുന്ദരമായ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ഈ സ്ഥലം വളരെ നല്ല രീതിയിലാട്ടോ ഇവർ സംരക്ഷിക്കുന്നത്. ഒരഴുക്കുമില്ല. ഇതിന്റെ തെരുവുകളെല്ലാം തന്നെ നല്ല വൃത്തിയായിട്ടാണ് അവർ സംരക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലൂടെ നടക്കുമ്പോൾ ഒരു നല്ലൊരു സന്തോഷം തോന്നും കേട്ടാ. എവിടെ നോക്കിയാലും നല്ല ക്ലീൻ ആണ്. அங்க போனா இது மாதிரியே இருக்கும். இன்னும் பெருசா இருக்கு இடம். பெருசா நல்லா இது காளியம்மன் கோயில் எல்லாமே എല്ലാം ആയിരിക്കും. എന്താ വഴി? അന്ത വഴിയാ? மெயின் ரோடு போகும். മെയിൻ റോഡ് പോകണം. இப்படி போய் மெயின் ரோடு போய் காளியம்மன் கோயிலுக்கு போகணும்னு கேட்டீங்கன்னா കാളിയമ്മൻ കോവിൽ അല്ലേ? கேட்டா அங்க நல்லா இருக்கும். ശരി, இதோட சூப்பரா இருக்கும். സൂപ്പറാ இருக்கும் അല്ലേ? അണ്ണന്റെ പേര് ദുരൈശാമി അല്ലേ? അപ്പൊ ഇത് ശമ്പളം എത്ര കിടക്കും ഒരു ദിവസം? ശമ്പളം ജോലി അത് അല്ല അണ്ണ, നമ്മളിപ്പോ അവിടെ വീട് കെട്ടുறதுക്കില്ലേ, കെട്ടുறாங்க அந்த വീടുക്ക് എത്ര ശമ്പളം? ശമ്പളം 1000. അപ്പൊ രാവിലെ എത്ര മണിക്ക് ഇറങ്ങും? വാറത് 9 മണി 7 മണിക്ക് വരുവാங்க. 3 മണിക്ക് പോയിടുവാங்க. 3 മണിക്ക് പോയിടും അല്ലേ? എല്ലാവർക്കും അതേ റേറ്റ് തന്നെ? சித்தாளுக்கு ரேட் கம்மி. 700. കളവ് കളക്കറവ് കട്ടണം കെട്ടുകളൊക്കെ 1000. 1000 പശുവൊക്കെ സ്വന്തമാണോ? സ്വന്തം പശു. இந்த ரோடு தானே? இந்த ரோடு தானே? இந்த மாரியம்மன் கோவில் அல்ல, காளியம்மன் கோவில் அல்ல? அந்த சினிமா பாத்திருக்கா மம்முட்டிடா? பாத்திருக்க. பிடிச்சதா உங்களுக்கு? பிடிச்சதா? നമ്മള് കാളിയമ്മൻ കോവിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതിന്റെ തെരുവാണ് ഈ കാണുന്നത്. മെയിൻ അവിടുത്തെ ജംഗ്ഷൻ എന്ന് തന്നെ പറയാണെങ്കിൽ. അമ്പലം എത്തി. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. തൊഴിലുറപ്പിന്റെ ചേച്ചിമാരൊക്കെ ഇവിടെ നിന്നിട്ട് ഫുഡ് കഴിക്കണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഒപ്പിടേണ്ട ടൈമായിരുന്നു ഇത്. പിന്നെ ഒരു അണ്ണനുണ്ടായിരുന്നു. ആ അണ്ണനെ കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. அப்புறம் விஜய் படம் வேட்டைக்காரன் எடுத்தாங்க. அது இங்க பக்கத்துல எடுத்தாங்க வடக்கால. அப்புறம் வெண்ணிலா கபடிக்குள்ள எடுத்தாங்க. வெண்ணிலா கபடி விஷ்ணு அப்புறம் அரசு படம் எடுத்தாங்க. நிறைய லொகேஷனா இருக்கு. அப்புறம் சேவல் படம் எடுத்தாங்க. எல்லாம் படத்தெல்லாம் கொஞ்சம் நல்லா. അണ്ണന്റെ വീട് അപ്പൊ അടുത്ത് തന്നെയാണോ? അപ്പൊ ஆமா, வீடு இங்க இருக்கு, நடக்க இருக்கு. സംഗീത, ദിവ്യ, നാഗലക്ഷ്മി ഇവരൊക്കെ ആട്ടോ ആ അക്കമാരുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ പേര് സംഗീത, പേര് ദിവ്യ, അക്ക പേര് നാഗലക്ഷ്മി. ഈ കണ്ട ചേട്ടൻ നമ്മുടെ നാട്ടുകാരനാണ്. പേര് ചോദിക്കാൻ മറന്നു. പിന്നെ ഈ അക്ക, പിന്നെ ഈ ഫാമിലി, പിന്നെ ഷിനിലിൻ്റെ കൂടെ നിൽക്കുന്ന ഈ ആർട്ടിസ്റ്റുകൾ, ഇവർ നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കും കേട്ടോ. ഇവരുടെ പേരൊക്കെ ചോദിക്കാൻ മറന്നുപോയി, ക്ഷമിക്കണം. ഇവരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ. ഇവരെല്ലാവരും നന്നായിട്ട് നമ്മളോട് നന്നായിട്ട് സഹകരിച്ചു കേട്ടോ.